മൈൻക്രാഫ്റ്റ് മൂവി ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ടോണ്ടാണെന്ന് അറിയത്തില്ല. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു സിനിമ എനിക്ക്. അത് കുറച്ച് ഈ പറയുന്ന ജാക്ക് ബ്ലാക്കിൻ്റെ വെറുപ്പീരൊക്കെ ഉണ്ട്, പക്ഷേ ജെയ്സൺ മൊമോയുടെ ക്യാരക്ടർ നന്നായിട്ട് ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി കാണാറുള്ള ഈ സിനിമയുടെ കുറച്ച് സാധനങ്ങളുണ്ട്, ലോജിക്കൽ സൈഡ്. ആ ലോജിക്കൽ സൈഡൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫാൻറ്റസി സിനിമ കാണാനായിട്ട് പോയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര എൻജോയബിളാണ്. ഈ പറയുന്ന പോലെ ഈ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുള്ള ആ ഒരു ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു വേൾഡ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ആ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിലെ ഓവർ വേൾഡിലാണ് കഥ നടക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ ഹ്യൂമൻ വേൾഡിൽ നിന്നിട്ട് പറയുന്നൊരു മാജിക്കൽ ക്യൂബ് വെച്ചിട്ട് ഒരു എൻട്രൻസ് ഉണ്ടാകുന്നു, അവരവിടെ പോകുന്ന ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ പോകുന്നതും പിന്നെ അവിടെ വെച്ച് നടക്കുന്ന കുറേ അധികം സാധനങ്ങൾ. ഇപ്പോൾ സ്റ്റീവാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നതും സ്റ്റീവ് അവിടെ പോകുന്നതും സ്റ്റീവിനെ വില്ലൻ ഈ പറയുന്ന പ്രിസണിൽ അടയ്ക്കുന്നതും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ക്യൂബും പരിപാടികളും ഇവരെങ്ങനെ ആ ഒരു ഓവർ വേൾഡിൽ നിന്നിട്ട് തിരിച്ചു വരും, വില്ലനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യും, അങ്ങനെയാണ്. ഇത് സീരീസ് ഒരു കണ്ടന്റ് ഇതിനകത്ത് സീരീസില്ല, എല്ലാം ഭയങ്കര ഫണ്ണി കോമഡി സാധനമായിട്ടാണ്. ഈവൻ ഈ ക്ലൈമാക്സിലെ ആ ഒരു ഭയങ്കര ഫൈറ്റൊക്കെ ഉണ്ട്, അത് ഭയങ്കര കോമഡിയാണ്. കുറേ സിനിമകളുടെ റെഫറൻസ്, ഈ പറഞ്ഞ പോലെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ റെഫറൻസ് ഒക്കെ ഉണ്ട്. മറ്റേ അവസാനം അവർ വരുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ കുറേ പിഗ്സൊക്കെ വരുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമ്മളിത് കണ്ട് വരുന്ന സമയത്ത് സിനിമ ഭയങ്കര എൻജോയബിളായിട്ട് തോന്നും. ഇതിൻ്റെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ്, അതായത് ഈ സ്റ്റീവ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഓവർ വേൾഡിൽ വന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ ഇച്ചിരി ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും പിന്നെ ജെയ്സൺ മൊമോയും എമ്മയും ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന ഭയങ്കര എൻജോയബിളായിട്ടാണ് എനിക്കിത് ഭയങ്കര ഫീൽ ചെയ്തത്. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കരുത്, യാതൊരു എക്സ്പെക്റ്റേഷൻ വെക്കരുത്. സിനിമ നല്ലതാണെന്നോ ഒന്നും വെക്കരുത്. ജസ്റ്റ് പോവുക, സിനിമ ഓണാക്കുക, കാണുക, ഇതൊക്കെ എൻജോയ് ചെയ്യുക, അതും മാത്രമേ ഉള്ളൂ. ഇതല്ലാണ്ട് നിങ്ങളിതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനൊന്നും പോകരുത്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇത് മൈൻക്രാഫ്റ്റ് ആ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവർക്ക് മേ ബി ഇത് ഭയങ്കര ഇറിറ്റേറ്റിങ്, ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഇത് സുഖമില്ല എന്നുള്ളൊരു ഫീല് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം മൈൻക്രാഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അല്ല. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമുണ്ടത്, മൈൻക്രാഫ്റ്റ് ഭയങ്കര പോപ്പുലർ ഗെയിമാണ്. അപ്പം ആ ഒരു ഗെയിമിനെ പറ്റിയിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഈ പറയുന്നൊരു സിനിമയാണ് ഇത്. ലൈവ് ആക്ഷൻ പ്ലസ് അല്ലെങ്കിൽ അനിമേഷൻ ആയിട്ടുള്ള ഭയങ്കര രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് മൈൻക്രാഫ്റ്റ് മൂവി തോന്നിയത്. നിങ്ങൾ കണ്ടു നോക്കുക, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് മേ ബി ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ ഒരു സിനിമയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്നത്. കാരണം ചിലർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷൻ, ക്രിഞ്ച് ഫീലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒപ്പീനിയൻസ് പറഞ്ഞാൽ നന്നായിരിക്കും.